ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം ഇന്ന് ജൂൺ 6 അംഗൻവാടി പ്രവേശനോത്സവമാണ്. ഒരു തവണ നടത്തായിരുന്ന പരിപാടി മഴ കാരണം മാറ്റിവെക്കാനുണ്ടായത്. അന്നുണ്ടായിരുന്ന വിഷമം ഇന്ന് തീരുകയാണ്. അപ്പോൾ ഇന്ന് അംഗൻവാടിയിലേക്ക് ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ പൊന്നു ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പം ഞങ്ങളും അതിലേറെ സന്തോഷത്തിലാണ്. അംഗൻവാടി എന്നത് ഞാൻ പഠിച്ചത് അതേ അംഗൻവാടി തന്നെയാണ് പൊന്നും പോകുന്നത്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ തറവാട് വീടുണ്ടായിരുന്നത് പണ്ട്. അതൊക്കെ പൊളിച്ച് അതിനടുത്ത് തന്നെയായിരുന്നു അംഗൻവാടി. പണ്ട് ഇതുപോലെയല്ല, കുറച്ചും കൂടി ചെറുതായിരുന്നു അംഗൻവാടി ഞാൻ ഉണ്ടായിരുന്ന ടൈം. അപ്പോൾ ഞാൻ പഠിച്ച അതേ അംഗൻവാടി തന്നെ എൻ്റെ മോളെയും പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷം ഉള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഞാനും അച്ഛനും പൊന്നും കൂടിയാണ് അംഗൻവാടിയിലേക്ക് പോയത്. അവിടെ ഏകദേശം പരിപാടിയുടെ സെറ്റപ്പൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അംഗൻവാടിയുടെ ഉൾവശാണിത്. അമ്മമാരും കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ 9:30 തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മണിയായപ്പോഴേക്കും ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ടീച്ചർ, പ്രിയ ടീച്ചർ സ്വാഗതം പറഞ്ഞു. ശേഷം അച്ഛൻ ആശംസ അറിയിച്ചു. അച്ഛൻ അവിടുത്തെ വാർഡ് വികസന കൺവീനറാണ്. അപ്പോൾ അംഗൻവാടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് അവിടുത്തെ മുതിർന്ന പൊതുപ്രവർത്തനായ ശ്രീധരാട്ടനെ ക്ഷണിച്ചു. ശ്രീധരാട്ടൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മുടെ അംഗൻവാടി എന്ന് പറഞ്ഞാല് കുട്ടികളുടെ സമഗ്ര വികസനവും അവകാശ സംരക്ഷണ സാക്ഷാത്കാരവും സാധ്യമാക്കുന്നതിനാണ് 1975 ഒക്ടോബർ 2 ശിശുക്ഷേമ വികസനം നിലവിൽ വന്നത്. അതായത് നമ്മുടെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 3 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കൊക്കെ അവരുടെ സേവനങ്ങൾ നടത്തിക്കൊടുക്കാൻ, അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നടത്തിക്കൊടുക്കാനാണ് ഈ ഒരു അംഗൻവാടി അംഗൻവാടി പ്രവർത്തിച്ചു വരുന്നത്. ശേഷം AP രവിയേട്ടനും പിന്നെ രമേശ് ചേട്ടനും ആശംസ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൊമെന്റോ വിതരണമായിരുന്നു. അംഗൻവാടിയിൽ നിന്ന് പിരിഞ്ഞുപോയ കുട്ടികൾക്കും പിന്നെ അവിടെ നിലവിലുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ മൊമെന്റോ വിതരണം നടക്കുമായിരുന്നു. ശേഷം അംഗൻവാടി ഹെൽപ്പറായ ലതേച്ചി നന്ദി പറഞ്ഞു. അതിനുശേഷം ഘോഷയാത്ര ഉണ്ടായിരുന്നു. പിന്നെ മധുരമായിട്ട് പായസ വിതരണമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളുടെ ഒരു പഠനകാലം തുടങ്ങുന്നത് നമ്മുടെ അംഗൻവാടിയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഇൻട്രോവേർട്ടായ പല കുട്ടികളും അവരുടെ സ്വഭാവം, അവരുടെ മറ്റുള്ളവരുടെ ബിഹേവിയർ ഒക്കെ ചേഞ്ച് വരുത്താൻ ഈ അംഗൻവാടി ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ചില അമ്മമാരുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് 3 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോയി പെട്ടെന്ന് LKG ചേർക്കുക എന്നുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ അംഗൻവാടിയിൽ പോയിട്ട് അവിടുന്ന് പഠിച്ച് അവിടുന്നാണ് നമ്മളിങ്ങനെ അക്ഷരങ്ങളും അതൊക്കെ പഠിച്ചിട്ട് പിന്നെ നമ്മൾ LKGയിലേക്ക് പോകുമ്പോൾ ആ ഒരു പീരീഡാണ് ശരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. താങ്ക് യു.